എന്തിനാണ് എന്നും അതുകൊണ്ട് എന്താണ് നാം പ്രവർത്തിക്കേണ്ടത് എന്നും വളരെ കൃത്യമായി നമ്മോട് സംബന്ധിച്ചിട്ടുണ്ട്. ആഭാസങ്ങളിൽ നിന്ന് ആത്മീയതയിലേക്കെന്ന് പറയുമ്പോൾ ആദ്യമായി നാം പരിഗണിക്കേണ്ടത് അഹമ്മിയത്തുൽ വഖ്ത്, ടൈം മാനേജ്മെന്റാണ്. സമയത്തിന് വലിയ വില കൽപ്പിക്കേണ്ടതുണ്ട്. ചില സമയങ്ങൾ ചില സമയത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സമയം നാം വളരെ കൃത്യമായി അതിനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ടൈം ടേബിൾ പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. സമയം അനുഗ്രഹമാണ്, അമാനത്താണ്. കൈകാര്യം ചെയ്യുന്നതിൽ വലിയ ശ്രദ്ധമുണ്ടാവണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. فَيَا لَيْتَ الشَّبَابُ يَعُودُ يَوْمًا فَأَخْبِرْهُ بِمَا فَعَلَ الْمَشِيبُ. സമയം നാം ഒഴിവാക്കുമ്പോൾ, സമയം കൃത്യമായി അതിൻ്റെതായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാതിരിക്കുമ്പോൾ, യുവത്വത്തിൽ ചെയ്യേണ്ടത് യുവത്വത്തിൽ തന്നെ ചെയ്യണം. ആ സമയം നാം മാറ്റിവെച്ചുകൊണ്ട് നാം പ്രായമാകുന്ന വാർദ്ധക്യത്തിലേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ പറയുന്ന ഒരു രംഗമാണ് കവി ഇവിടെ പാടിയത്. ആ യുവത്വം എനിക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അങ്ങനെ തിരിച്ചു വരുമായിരുന്നെങ്കിൽ ഞാൻ അതിനോട് വർത്തമാനം പറയുമായിരുന്നു എന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഓരോ സമയവും അള്ളാഹുവിന്റെ ത്വാഅത്തിലും അള്ളാഹുവിന്റെ വഴിപാടുകളിലാവണം എന്നതാണ് നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി നമ്മുടെ സമയം ചെലവഴിച്ചില്ല എങ്കിൽ അത് മഅസിയത്തിലേക്ക്, തിന്മയിലേക്ക്, തെറ്റിലേക്ക് ആ സമയം നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് മഹാനായിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം നവ്വറല്ലാഹു മർക്കദഹു തങ്ങൾ തന്റെ അസ്കിയായി രേഖപ്പെടുത്തിയത്, وَاصْرِفْ إِلَى الطَّاعَاتِ وَقْتَكَ كُلَّهُ لَا تَتْرُكَنَّ وَقْتًا سُدًى مُتَسَائِلًا وَازْدَدْ بِعَوْنِ اللَّهِ وَقْتَكَ وَاصْرِفًا كُلَّمَا بِمَوْلَائِكُمْ مُتَبَدِّلًا. മഹാനായിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, നിന്റെ വഴിപാടിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക് നിന്റെ സമയത്തെ നീ തിരിക്കണം. അത് വളരെ കൃത്യമായിരിക്കണം. ലാ തത്റുകന്ന വഖ്തൻ സുദൻ മുതസായില, അലസതയുള്ളവനായി മടിയനായി നിന്റെ സമയത്തെ വെറുതെ കളഞ്ഞു കുടിക്കരുത് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. ആ സമയം അള്ളാഹുവിന്റെ ത്വാഅത്തിലാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം സഹായം തേടുകയും വേണമെന്നാണ് മഹാനാകുവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ ശ്വാസത്തിനും വിലമതിക്കാനാകാത്ത മുത്തിന്റെ മൂല്യമുണ്ട്, അത് നശിപ്പിച്ച് കളയാൻ പാടില്ല എന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും പിന്നോട്ട് വെക്കാൻ, മുന്നോട്ടെടുത്ത് വെച്ച കാൽ മുന്നോട്ട് തന്നെ, പിന്നോട്ട് വെക്കരുത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുമ്പോ അത് അപ്പോൾ തന്നെ ചെയ്യുക, പിന്നേക്ക് വെക്കരുത് എന്നാണ് പറയുന്നത്. കാരണം പിന്നെ അത് നടക്കൂല. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇബാദത്തിന് വേണ്ടി നീക്കിവെക്കേണ്ട സമയം ഇബാദത്തിന്, ജോലിക്ക് വേണ്ടി നീക്കിവെക്കേണ്ട സമയം ജോലിക്ക്, ഭക്ഷണം പാകം ചെയ്യാൻ നീക്കിവെക്കേണ്ട സമയം ഭക്ഷണം പാകത്തിന്. ഇങ്ങനെ ഓരോന്നിനും ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ അറാദ അയ്യദ്ഖുലൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
അവന്റെ മുഴുവൻ സമയങ്ങളും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, ത്വഅത്ത് ചെയ്യുന്നതിലേക്ക് മാറ്റിവെക്കണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന സമയം അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. വഖ്തു കസ്സൈഫ്, സമയം എന്ന് പറയുന്നത് വാള് പോലെയാണ് സമയം. അത് മുറിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും എന്നതാണ്. അത് വളരെ കൃത്യമായി നാം നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് നീങ്ങിപ്പോകും. അതിലേക്ക് നമുക്ക് മുൻകടക്കാൻ കഴിയുകയില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായ സമയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദിവസം, ആഴ്ചയും ആഴ്ച, മാസങ്ങളും മാസം, വർഷവുമായി വളരെ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകുന്ന സന്ദർഭം വരും. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നമ്മുടെ സമയം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും സമയമില്ല, തിരക്കാണ് എന്ന ഒരു വാക്കാണ് നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും ഉണ്ടാകും. സമയമില്ല. സമയമുണ്ട്, അത് അതിൻ്റെതായ രീതിയിൽ ചെലവഴിക്കേണ്ടതാണ്. അതിന് കൃത്യമായ ടൈംടേബിൾ നാം നൽകാത്തത് കൊണ്ടാണ് സമയം അതിന്റെ വഴിക്ക് പോകുന്നത്. അതുകൊണ്ട് അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു ടൈം മാനേജ്മെന്റ് നാം ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ്? മനുഷ്യനായ നമ്മെ എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത്? അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ പോലെ ആ രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ ഐ ഇല്ലാ ലിയഅരിഫൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? ഇല്ലാ ലിയഅരിഫൂൻ, അവനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. അപ്പോഴാണ് ആ ഇബാദത്തിന്റെ മാധുര്യം നമുക്ക് ലഭിക്കുക. അപ്പൊ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഇബാദത്തിന്റെ സ്വാദ്, നിസ്കാരത്തിന്റെ സ്വാദ്, അതിന്റെ മധുരം ലഭിക്കണമെങ്കിൽ അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണം എന്നതാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തബാറക സൂറത്തിൽ രണ്ടാമതായി ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മരണത്തെയും അതുപോലെ ജീവിതത്തെയും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് അമൽ ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കനാവുന്നത്, ഏറ്റവും നല്ല നിലയിൽ ഇബാദത്ത് ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൽ മുൽക്കിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ നിസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ ജീവിതം, എന്റെ മരണം ആർക്കുള്ളതാണ്? നമ്മൾ ദിവസവും എന്ന് പറഞ്ഞതിന് ശേഷം നാം കൃത്യമായി എല്ലാ ദിവസവും പറയുന്നു. ബോധ്യമില്ലാതെയാണ് പറയുന്നത്. ഇബാദത്തിന്റെ മാധുര്യം മനസ്സിലാക്കിയിട്ടാണോ പറയുന്നതെങ്കിൽ അവനക്ക് നിസ്കാരം കഴിയാൻ അവൻ ചിന്തിക്കൂല. മഹാനായ സയ്യിദുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വുദൂ എടുത്ത് വരുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മുഖം ചുമന്ന തുടിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്താ സയ്യിദുൽ ആബിദീൻ തങ്ങളെ നിങ്ങൾ വുദൂ എടുക്കുമ്പോഴേക്ക് ഇത്ര വലിയ പ്രയാസം വരുന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, നിസ്കാരത്തിലേക്കാണല്ലോ, അള്ളാഹുവിന്റെ മുമ്പിലേക്കാണല്ലോ ഞാൻ പോകുന്നത്. ആ ഒരു ഭയമാണ് ഇങ്ങനെ എനിക്ക് സംഭവിച്ചത് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി.
അപ്പൊ ഇബാദത്തൊരു മാധുര്യമാക്കിയെടുക്കണം. അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നാം ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിന് മാധുര്യമുണ്ടാകും. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ മറ്റ് സർവ്വ ആരാധനകളും, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്ന് വളരെ കൃത്യമായ പറയലോട് കൂടെ തന്നെ നാം അത് പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോഴാണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിന്റെ നിയോഗം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തന്നെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പിന്നെ നാം മനസ്സിലാക്കേണ്ടത്, കൃത്യമായി മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം ലിബാസ, വസ്ത്രധാരണം എന്നുള്ളതാണ്. ഇന്നത്തെ വസ്ത്രധാരണ രീതി നാം ഒന്ന് നോക്കും. എന്താ നമ്മുടെ വസ്ത്രധാരണത്തിന്റെ രീതി? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അഅറാഫ് സൂറത്തിലൂടെ. എന്നാൽ നമ്മുടെ ഇന്നത്തെ വസ്ത്രത്തിന്റെ കഥ എന്താണ്? നഗ്നത മറക്കലും അതുപോലെ മാന്യത കാക്കലുമാണ് വസ്ത്രധാരണയിലൂടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അതാണ് ലിബാസു തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശമെങ്കിൽ, നമ്മുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലേക്ക് നാം കടന്നു വന്നാൽ എന്താണ് നമ്മുടെ വസ്ത്രധാരണത്തിന്റെ സ്ഥിതി? അല്ലാഹു കാക്കുമാറാകട്ടെ. പുരുഷന്മാർ ഔറത്ത് മറക്കേണ്ട രീതിയുണ്ട്, സ്ത്രീ ഔറത്ത് മറക്കേണ്ട രീതിയുണ്ട്. അതിൻ്റെതായ രീതിയിൽ തന്നെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം പുരുഷന്മാർ മറക്കണം. മുട്ട് ഉൾപ്പെടെ അവന്റെ ശരീരഭാഗം അവൻ മറക്കണം. അതുപോലെ സ്ത്രീ നിസ്കാരത്തിലല്ലെങ്കിൽ അവളുടെ ശരീരം മുഴുവനുമാണ് അവളുടെ ഔറത്ത്. ആ രീതിയിൽ തന്നെ അവൾ മറക്കണം. അതില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്നത്. എന്താണ്? നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി പുരുഷന്മാരുടെ രീതിയിലേക്ക് മാറുകയും, പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതി അമേരിക്കയുടെയും പാശ്ചാത്യ സംസ്കാരങ്ങളുടെയും വസ്ത്രധാരണ രീതിയിലേക്ക് വരികയാണ്. പടിഞ്ഞാറൻ സംസ്കാരം അംഗീകരിക്കുകയാണ്, പടിഞ്ഞാറ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഇവിടെ പടിഞ്ഞാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകും നമ്മുടെ വസ്ത്രധാരണയുടെ രീതി എന്താണ്? വലിയ ആളുകൾ തന്നെ ടൗസറിട്ട് നടക്കുന്ന രീതി, മുട്ടുമറിയാത്ത രീതിയിൽ ടൗസറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സംസ്കാരം എവിടുന്ന് വന്നതാണ്? അവന്റെ ഇന്നൽ ഫഖ്ദ ഔറത്തുൻ, അവന്റെ തീർച്ചയായും തൊട ഔറത്തിൽപ്പെട്ടതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുമ്പോ ആ ഔറത്ത് കൃത്യമായി മറക്കാതെ നടക്കുന്ന പുരുഷന്മാർ, ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ, ചൊട്ടയിലെ ശീലം തുടലവരെ എന്നാണല്ലോ. ചെറുപ്പം മുതലേ ആ ശീലം ഉണ്ടാക്കിയെടുക്കണം. എന്റെ അടിയിൽ 3/4 ഒരു വസ്ത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെയും കുഴപ്പമില്ല, മുട്ടെങ്കിലും മതിയോ. ഇത് ടൗസറിട്ട് നടക്കുക. ഈ രീതിയിൽ നമ്മുടെ വസ്ത്രധാരണ രീതി വന്നതുകൊണ്ട്, പടിഞ്ഞാറൻ സംസ്കാരം നാം ഏറ്റെടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് വരും. ആണും പെണ്ണും തുല്യരായ രീതിയിലുള്ള വസ്ത്രധാരണ രീതികൾ നാം മാറ്റേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യദുറു റജുലു ഇലാ ഔറത്തി റജുലി വലാ തൻദുറു ഇൽമറഅ ഇലാ ഔറത്തിൽ മർഅ. ഒരു പുരുഷൻ സ്ത്രീയുടെ ഔറത്തിലേക്കും ഒരു സ്ത്രീ പുരുഷന്റെ ഔറത്തിലേക്കും നോക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ അവൻ ടൗസർ ധരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അറിയാതെ നോക്കിപ്പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മുറിയൻ ടൗസറുകൾ നാം മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കട്ടി കുറഞ്ഞ നേരിയ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളില്ലേ, അവരാ വസ്ത്രം മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല യൽബസു ലിബ്സതൽ മർഅ, സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശപിച്ചിട്ടുണ്ട് എന്ന് ലോകത്തിന്റെ നായകൻ പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശാപവും പേറിക്കൊണ്ടാണ് അവൻ ഇങ്ങനെ നടന്നു പോകുന്നത് എന്ന് ഓർക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മറ്റ് വിഭാഗങ്ങളുടെ ആചാരങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതില്ല. മറ്റ് ആളുകളുടെ വിഭാഗക്കാരുടെ വേഷങ്ങൾ നാം ഏറ്റെടുക്കാൻ പാടില്ല. വമൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായത്തിനോട് അല്ലെങ്കിൽ ഒരാളോട് അനുകരിച്ചാൽ അവൻ അവരിൽപ്പെട്ടവരാണ് എന്നാണ്. സിനിമയുടെയും സീരിയലിന്റെയും ഫുട്ബോളിന്റെയും ക്രിക്കറ്റ് താരങ്ങളുടെയും വസ്ത്രധാരണ രീതിയിലേക്ക് ഒരാൾ മാറിക്കഴിഞ്ഞാൽ അവർ നരകത്തിലാണോ? ഇവരും നരകത്തിൽ. അവരനുകരിച്ച് അവർ എങ്ങനെയാണോ പിന്നെ ഉണ്ടാകുന്നത് അതുപോലെയായിരിക്കും ഇവന്റെയും അവസ്ഥ എന്ന് ലോകത്തിന്റെ നായകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വസ്ത്രധാരണ രീതി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. വസ്ത്രധാരണം കൊണ്ട് പ്രത്യേക പ്രസിദ്ധി പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുടിയുടെ അവസ്ഥ എന്താണ്? നാലാമതായി നാം നോക്കുമ്പോ നമ്മുടെ ഷഅർ, മുടി, അതിന്റെ ഭംഗി എന്താണ്? നമ്മുടെ മുടിയുടെ അവസ്ഥ, എല്ലാവരുടെയും മുടിയുടെ അവസ്ഥ എന്താണ്? ക്രോപ്പ് ചെയ്ത് നടക്കുന്ന രീതി. കുറച്ച് മുമ്പിൽ വെക്കുക, ബാക്കിയൊക്കെ മൊട്ടയടിച്ച് നടക്കുക. ഈ രീതിയിൽ ഉള്ള സംസ്കാരം ഏറ്റെടുത്ത് നടക്കുന്ന ആളുകളില്ലേ? ചെറിയ കുട്ടികളടക്കം, ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന് പല പേരുകളുമുണ്ട്. ആ പേരുകളിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. മുടി എന്നുള്ളത് പുരുഷന്മേലും സ്ത്രീക്ക് സീനത്തുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം അതിൽ നന്ദികേട് കാണിക്കാൻ പാടില്ല. അങ്ങനെ നന്ദികേട് കാണിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അദാബുകൾ പിന്നീട് ഇറങ്ങി വരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ കുട്ടി നടന്നു പോകുമ്പോ ആ കുട്ടിയുടെ മുടിയൊന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുകയാണ്, ആ കുട്ടിയുടെ മുടി അല്പഭാഗം ഒന്ന് മുറിച്ചു വെച്ചിട്ടുണ്ട്. അല്പം മുമ്പിൽ വെച്ച് ബാക്കിയുള്ള ഭാഗം അവൻ മുറിച്ചിട്ടുണ്ട്. അതായത് ക്രോപ്പ് ചെയ്തതായ രീതിയിൽ ഒരു കുട്ടിയെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണാനിട വന്നപ്പോ ആ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുകയാണ്, മോനെ ഇഹ്ലിഫൂഹു കുല്ലഹു അവ ഇഹ്ലഫൂഹു കുല്ലഹു. ഒന്നെങ്കിൽ നീ നിന്റെ മുടി കൃത്യമായ രീതിയിൽ ചെവിക്കുറ്റി വരെ ആ രീതിയിൽ നീ വളർത്തിയേക്കുക, അങ്ങനെ തന്നെ വിട്ടേക്കുക. അല്ല എങ്കിൽ നീ മുടി മുഴുവനും മുറിച്ചു കളയുക, എല്ലാ സ്ഥലത്തും ഒരുപോലെയായ രീതിയിൽ നീ മുടി മുറിക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുട്ടിയെ ഉപദേശിക്കുകയാണ്. തീർച്ചയായും മുടി ക്രോപ്പ് ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മുടിയുടെ സംസ്കാരം അത് ഇസ്ലാമിക സംസ്കാരത്തിൽ കൊണ്ടുവരണം. അതേ ആ രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ അവന്റേതായ അനുസരണ അവനിക്ക് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അനുസരണ പോകും, അദബ് പോകും, അദബുകേടിലേക്ക് വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മുടിക്ക് ചായം കൊടുക്കുന്ന ആളുകളുണ്ട്. മുടിക്ക് ചായം കൊടുക്കാം, പക്ഷേ
കറുപ്പ് ചായം നിഷിദ്ധമാണ്. മുടി നരച്ച ആളുകൾ എന്റെ മുടി നരച്ചതെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടി മുടിയൊന്ന് സുഖമായിട്ട് കറുത്ത കളറങ്ങ് പൂശുകയാണ്. അവന്റെ ഒരൊറ്റ നിസ്കാരവും സ്വീകരിക്കൂല. മഹാനായ സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് ആദ്യമായി മുടി നരച്ചത് എന്ന ചരിത്രത്തിൽ കാണാം. മുടി നരച്ചതിനെ കുറിച്ച് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അവിടുന്ന് അത് അനുഗ്രഹമാണ് എന്നാണ് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്. ഈ അനുഗ്രഹമാകുന്ന മുടി, നരച്ച മുടിയെ കറുപ്പിക്കാൻ പെയിന്റടിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിലില്ലേ? അത് ധരിച്ച ഹറാമാണ്. അതുകൊണ്ട് തന്നെ മുടി നരച്ചു കഴിഞ്ഞാൽ അതാ മൈലാഞ്ചി പോലുള്ളത് കൊണ്ട് മുടി ചുവപ്പിക്കാം. അതുപോലെ മൈലാഞ്ചി കുങ്കുമം പോലുള്ളത് കൊണ്ട് മുടിക്ക് ചായം നൽകാം. അത് നല്ല മൈലാഞ്ചി ആയിരിക്കും, നമ്മുടെ വീട്ടിലുള്ളതാണ് ഏറ്റവും നല്ലത്. താടിയിലും അതുപോലെ മുടിയിലും ചായം പിടിപ്പിക്കാം. അത് ചുവന്ന കളറ്, അതായത് മൈലാഞ്ചി പോലുള്ളതുകൊണ്ടായിരിക്കണം എന്ന് മാത്രം. അത് സുന്നത്താണ്. ഈ മുടി നമുക്ക് നരബാധിച്ച മുടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്കിതാ മരണം വന്നിട്ടുണ്ട് എന്നറിയിക്കുകയാണ്, നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, അങ്ങനെയുള്ള ആഭാസങ്ങളിൽ നിന്ന് മാറിയിട്ട് ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നാം മനസ്സിലാക്കേണ്ടത് ലഹരി പദാർത്ഥങ്ങളാണ്. ലഹരി ഇന്ന് ചെറിയവർ മുതൽ വലിയവരിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയവർക്ക് പോലും ലഹരിയാണ്, പലതിലും ലഹരിയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ലഹരി കഴിക്കുന്ന സമ്പ്രദായത്തിലേക്ക് നമ്മുടെ നാട് വന്നിട്ടുണ്ട്. പെൺകുട്ടികളും ലഹരിക്കടിമപ്പെട്ട വാർത്തകൾ നമ്മൾ കഴിഞ്ഞ മാസം, മുമ്പത്തെ മാസമൊക്കെ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും അതിനോട് സമാനമായ മറ്റു ജില്ലകളിലൊക്കെ പെൺകുട്ടികൾ 9ലും 8ലും പഠിക്കുന്ന പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന ദുരവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുകയാണ് അതിലൂടെ. വ്യക്തി, കുടുംബം, നാട് എല്ലാം നഷ്ടപ്പെടുന്നൊരു വിഷയമാണ് ലഹരി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ലഹരി കൊണ്ട് കൊള്ളയും കൊലയും വ്യഭിചാരവും അനാചാരങ്ങളും അവനിലേക്ക് ഉടനെ ഓടിയെത്തുന്നു. അതുകൊണ്ട് അതൊക്കെ ചെയ്യുകയാണ്. ഇപ്പം മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നു, നാട്ടിൽ അവന്റെ സ്ഥാനം പോകുന്നു, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജീവിതം. എന്തിനാണ് അവൻ ഇങ്ങനെ ജീവിക്കുന്നത്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അത് ലഹരി, ഏത് ലഹരിയാണെങ്കിലും കുല്ലു മുസ്കിരിൻ ഹറാം ഖലീലുഹു ഹറാം, അധികരിച്ചതും ഹറാമ് തന്നെ, കുറച്ചാണെങ്കിലും ഹറാമ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാണ് എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ, ലഹരി എന്ന് പറയുന്നത് തിന്മകളുടെ മാതാവാണ്. തിന്മകളുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ലഹരിയാണ്. ലഹരി കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ചിന്ത മാറി, അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ലഹരിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗം. ഗുണത്തിനു വേണ്ടിയും സോഷ്യൽ മീഡിയയുണ്ട്, ദോഷത്തിനും അത് ഉപയോഗിക്കുന്നവരുണ്ട്. നല്ല വാർത്തകൾ നമ്മളിങ്ങനെ പ്രചരിപ്പിക്കണമെന്നാലോ ചീത്ത വാർത്തകൾ ഉടനെ അടുത്തതിലേക്ക്, അവിടുന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്. വാസ്തവത്തിന്റെ എതിരിലുള്ള ഒരു വാർത്തയും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അതുപോലെ അതിനൊരു ടൈം വെക്കുക, അത് നോക്കാനും അതിൽ കാണാനും ഒരു ടൈം വെച്ചിട്ടില്ല എങ്കിൽ 24 മണിക്കൂറും ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറുകയാണ്. വാട്സപ്പായാലും ടിൻഡറായാലും ഫേസ്ബുക്ക് ആയാലും മറ്റുള്ളതായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ സന്ദേശങ്ങളും പോസ്റ്ററുകൾ അയക്കുന്നതായാലും തന്നെ
അതിലേക്ക് അവന്റെ 24 മണിക്കൂർ സമയം അതിലേക്ക് കുന്നുകൂടുമ്പോ അല്ലാഹു ജല്ല ജലാലുഹു ഇബാദത്ത് ചെയ്യാനുള്ള സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതവൻ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ല വാർത്തകൾ പ്രചരിപ്പിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്താം. അത് ദോഷത്തിന് വേണ്ടിയാവരുതെന്ന് മാത്രം. അബദ്ധങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ഫോണിലും അതുപോലെ ലാപ്ടോപ്പ് മറ്റുള്ളതായിരിക്കുന്ന വസ്തുക്കളിലേക്ക് കൂടുതൽ സമയം നോക്കുന്നത് അവന്റെ ശ്രദ്ധ നശിക്കാനത് കാരണമായി മാറും. ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, ക്രിയാത്മക നിശ്ചലമാകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവനക്ക് വരും. ശരീരത്തിന്റെ കഴുത്തിന് വേദന, കടലി വേദന, കൈവേദന, മുട്ടുവേദന പോലത്തെ വേദനകൾ ഇതുകൊണ്ടുണ്ടാകും. ഒരു ശരീരമാസകലം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ തന്നെയാണ് അനുകരണം എന്നുള്ളത്. ആരെയാണ് നാം അനുകരിക്കേണ്ടത്? കൃത്യമായി ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ രീതിയിൽ നാം അനുകരിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണ്. വലിയ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അനുകരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അൻബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ചരിത്രങ്ങൾ പഠിച്ച് അവരെ അനുകരിക്കാൻ വേണ്ടി നാം മുന്നോട്ട് വരണം. ഔലിയാക്കൾ അവരുടെ ചരിത്രം മനസ്സിലാക്കി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അതുപോലെ താബിയുകൾ, തബിയത്താബിയുകൾ, സലഫുകൾ, മുൻഗാമികളായ നല്ലവരായ ആളുകളുടെ ചരിത്രങ്ങളും കഥകളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, അത് അനുകരിക്കാൻ വേണ്ടി നാം തയ്യാറാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവണം. അത് നമ്മെ സംരക്ഷിക്കപ്പെടണം. ചീത്ത കൂട്ടുകെട്ടുകൾ നാം മാറ്റി പാടെ ഒഴിവാക്കണം. അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെ ആയിരിക്കും നാളെ പരലോകത്ത് സ്വർഗത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് ഉണ്ടാവുക എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ രീതിയിലേക്ക് നാം വരാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, മനസ്സ് നുറുങ്ങുന്ന വേദനയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്നും വളരെ പ്രയാസകരമായ ഭയാനകരമായ ഒരു അവസ്ഥാവിശേഷം. കേരളം ഇതുവരെ കാണാത്ത, അറിഞ്ഞിട്ടില്ലാത്ത മഹാദുരന്തം അനുഭവിക്കേണ്ടി വന്നത് വയനാട്, കണ്ടക്കൈ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിപൂർണമായ കാവൽ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും മലയും കാടും മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഉപകാരത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. പക്ഷേ അവയെല്ലാം മനുഷ്യന് തന്നെ ഭീഷണിയാവുമ്പോ, ദുരന്തമായി മാറുമ്പോ നാം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ വരുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുമായിരുന്നെന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമായിരുന്നു, മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കരുണ കൊണ്ടും ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാറ്റടിച്ച് വീശുന്ന സമയത്ത് അസ്വസ്ഥനാകുമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ഇദാ അസഫ്ത റീഹ്, കാറ്റടിച്ച് വീശുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ അർസലത ബിഹി
വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ അർസലത് ബിഹി. ആ കാറ്റ് അതിൽ നിന്നുള്ള നന്മയും അതിന്റെ നന്മയെയും അതിൽ നിന്നുള്ള നന്മയെയും അതുപോലെ അത് അയച്ചത് കൊണ്ടുള്ള നന്മയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്. അതിൽ നിന്ന് ഷർറിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു അല്ലാഹ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാറ്റടിച്ച് വീശുന്ന സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ وإذا تخليت السماء بغير تغير لونه وخرج ودخل وأقبل وأدبر. ആകാശലോകത്തേക്ക് മേഘങ്ങൾ ഉരുണ്ട് ആകാശം കാറ്റടിച്ചു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിറം മാറുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, മുന്നോട്ടും പിന്നോട്ടും, അങ്ങോട്ടൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് വന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ മഴ വർഷിച്ചു കഴിഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുമായിരുന്നു. ആ സമയത്ത് നബിയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമു ആദ്. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവിയെ, ആദ് സമുദായം പറഞ്ഞതുപോലെ ആകാമായിരുന്നല്ലോ. എന്താണ് ആദ് സമുദായം പറഞ്ഞത്? ആദ് സമുദായത്തിലെ മേഘങ്ങളെ കണ്ടപ്പോൾ മുസ്തഖ്ബില ഔദിഅതിഹിം, അവരുടെ മലഞ്ചരകളുടെ മുമ്പിലായിക്കൊണ്ട് മേഘങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ അവര് പറഞ്ഞു, ഹാദാ ആരിദും മുംതിർന, അത് ആ മേഘങ്ങൾ നമുക്ക് മഴ വർഷിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ മഴ വർഷിച്ചു, പക്ഷേ അദാബിന്റെ മഴയായിരുന്നു. ആദ് സമുദായത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള മഴയായിരുന്നു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മേഘം വരുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും നബിതങ്ങൾക്ക് വലിയ പ്രയാസകരമാകുകയും ചെയ്തിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചിരുന്നു എന്ന ഹദീസിൽ നമുക്ക് പഠിക്കാൻ പാഠമുണ്ട്. അതുപോലെ തന്നെ പുതുമഴ പെയ്യുമ്പോ അത് കൊള്ളണമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മഴ ആവശ്യത്തിലധികമാകുമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അതാണ് മഴക്കെടുതിയും പ്രകൃതി ദുരന്തവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എല്ലാ വർഷങ്ങളിലും കടന്നുപോയിട്ടുണ്ട്, എല്ലാ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വർഷത്തെ ഇത്ര വലിയൊരു മഹാദുരന്തം ഇതിന്റെ മുമ്പുണ്ടായിട്ടില്ല, കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ട് മഴ ചിലപ്പോൾ ദുരന്തമാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അനുഗ്രഹമാകും, എന്നാൽ ചിലപ്പോൾ ദുരന്തമാകാൻ സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മെ അല്ലാഹു മനസ്സിലാക്കി തരുന്നുണ്ട്. وَأَمْطَرْنَا عَلَيْهِمْ مَطَرًا فَانظُرْ كَيْفَ كَانَ عَاقِبَةُ الْمُجْرِمِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു, നമ്മളുടെ മേൽ മഴ വർഷിപ്പിച്ചു തരികയാണ്. പക്ഷേ നീ ശരിക്കും ശ്രദ്ധിക്കണം, കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, ദോഷികളുടെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് നീ ചിന്തിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മഴ പെയ്യുന്നത് കണ്ടാൽ സ്വയ്യിബൻ നാഫിഅ, ആ മഴ ഉപകാരമുള്ളതാക്കണമേ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ മഴ വലിയ ദുരന്തമായി മുൻകഴിഞ്ഞ സമുദായത്തിന് കല്ലുമഴ എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നത് യാഥാർത്ഥ്യമായി ഇന്നിന്റെ മഹാഭീകരത നാം അനുഭവിക്കുന്നു. ഉരുൾപൊട്ടലിലൂടെ കല്ലും മണ്ണും ചെളിയും കിലോമീറ്ററുകളോളം ഒഴുകി എത്ര ജീവനുകളാണ് അതിൽ അമർന്നുപോയത്. സ്ഥാപനങ്ങളും പള്ളിയും സ്കൂളുകളും എല്ലാം തകർന്ന് തരിപ്പണമായി ചളിക്കടിയിലേക്ക് പോവുകയാണ്. പുഴകൾ ചളിയായി മാറുന്നൊരവസ്ഥ.
1985 നവംബർ മാസത്തിൽ കൊളംബിയയിലാണ് അഗ്നിപർവ്വതം പൊട്ടുകയും ഉരുകിയൊലിച്ച ലാവാപർവ്വതം വിളർത്തി പുറത്തേക്ക് ഒഴുകുകയും ചെയ്തത്. 1985. അതോടെ മഞ്ഞുരുകി വെള്ളം ഒഴുകുകയാണ്. പാറയും മണ്ണും ജലവും ചേർന്ന് ചളിയായി മാറി 60 കിലോമീറ്റർ വേഗത്തേക്ക് താഴത്തേക്ക് പതിക്കുകയാണ്. അത് 60 കിലോമീറ്ററോളം ഒഴുകി എല്ലാ പട്ടണത്തിലേക്കും എത്തി. അത് എത്തിയപ്പോഴേക്കും 2500 പേരാണ് അവിടെ മരണപ്പെട്ടത്. 2500 25,000 പേരാണ് അവിടെ മരണപ്പെട്ടു പോയത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ മുണ്ടക്കയിലും ഇതുപോലെയുള്ളൊരു ദുരന്തം. 400 വീടുകൾ, അതിൽ 30ഓളം വീടുകൾ മാത്രമേ അവശേഷിക്കുന്നു. മറ്റുള്ള വീടുകളും പോയി. അതുപോലെ മനുഷ്യന്മാർ 300ന്റെ മുകളിലായി മരണപ്പെട്ടുപോയി. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഈ സമയത്ത് നാം ഓർക്കേണ്ട മറ്റൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിൽ ഹമാസിന്റെ നായകനായിരിക്കുന്ന ഹനിയ എന്ന് പറഞ്ഞവർ മരണപ്പെടുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ 3 ആൺമക്കളും 3 പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ഹമാസിന്റെ ബുദ്ധികേന്ദ്രവും ജനകീയമായിരുന്ന ആളാണ് ഹനിയ എന്ന് പറയുന്നത്. ആ ഇസ്രായേലിന്റെ നരനായാട്ടിനിടയിൽ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറയുകയാണ്. 300 ദിവസമായി അവരുടെ നരനായട്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. ഹനിയ അവസാന ആളല്ല. ഇനിയും ഒരുപാട് ആളുകൾ, പോരാളികൾ കൊന്നൊടുക്കേണ്ടി വരും എന്നതിന് സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിൽ നിന്നും നമ്മുടെ ഫലസ്തീൻ മക്കളെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ കാവൽ നൽകുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീൻ വസ്വാബിരീന വനബ്ലുവ അഖ്ബാറകും. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിലുള്ള പോരാളികളെ മനസ്സിലാക്കാൻ വേണ്ടിയും, വസ്വാബിരീൻ, നിങ്ങളിൽ നിന്നുള്ള ക്ഷമാശീലത മനസ്സിലാക്കാൻ വേണ്ടിയും തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരുടെ ക്ഷമയും ക്ഷമാശീലവും രക്ഷാപ്രവർത്തകരുടെ പോരാട്ടവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊപ്പം പോരാടാൻ നമുക്കും സാധിക്കണം. അതുകൊണ്ടാണ് അതിന് കഴിയാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ആവശ്യമായത് എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജുമുഅക്ക് അവർക്ക് വേണ്ടി ഒരു ഹസ്തദാനം എന്ന ഹസ്തം എന്ന രീതിയിൽ, സഹായ ഹസ്തം എന്ന രീതിയിൽ നമ്മൾ പൈസ സ്വരൂപിച്ച് അതിനുമായി ബന്ധപ്പെട്ടവർക്ക് അത് അയച്ചു കൊടുത്തത് അതൊരു സഹായമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു വേദന പരിഹരിച്ചു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലുള്ള ഒരു വേദന അവനിക്ക് പരിഹരിച്ചു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു ലഹു ഫിദ് ദുനിയ വൽ ആഖിറ, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എളുപ്പമാക്കി കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു ദോഷം നാം മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ ഒരു ദോഷവും ദുനിയാവിലും നാളെ പരലോകത്തും മറച്ചു വെക്കുമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ.
ഏറെ അള്ളാഹു ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കും. തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവനെയും സഹായിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹായവുമായി മറ്റു കാര്യങ്ങളുമായി നാം മുന്നോട്ട് പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഭാവനകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതിന് തക്കതായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ ഈ കൂടലും പിരിയലും അല്ലാഹുവിന്റെ ത്വഅത്തിലാക്കി തരുമാറാകട്ടെ. സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലി.